ലാസ്റ്റ് 10 years 10 കൊല്ലത്തോളമായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഫാദർ ഓഫ് റോബോട്ടിക് സർജറി ഇൻ കേരള എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡോക്ടർ കിഷോർ എന്ന് തന്നെ നമുക്ക് പറയാം. 10 കൊല്ലത്തോളമായിട്ട് റോബോട്ടിക് സർജറി ഇത്രയും പ്രിസിഷനോടുകൂടിയും പെർഫെക്റ്റ് ആക്കി ചെയ്തു വരുന്ന ഒരു ടീമാണ് ആസ്റ്ററിലുള്ളത്. എന്തെല്ലാം തരത്തിലുള്ള പ്രോസ്ട്രേറ്റ് ഒന്ന് പറഞ്ഞു, ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇതല്ലാതെ വേറെ എന്ത് തരത്തിലുള്ള കണ്ടീഷൻസിനാണ്? നമുക്ക് ഏതെങ്കിലും അവയവങ്ങൾ വളരെ രോഗിയുടെ ഒരു മുക്കിലും മൂലയിലും ഇരിക്കുന്ന കോർണറിൽ, ശരീരത്തിൻ്റെ ഓൾ ന്യൂക്സ് ആൻഡ് കോർണേഴ്സിൽ ഇത് എത്തിപ്പെടും. അപ്പോൾ നാരോ സ്പേസിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാനാണ് ഏറ്റവും റോബോട്ടിക്കിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത്. ഉദാഹരണത്തിന് പ്രോസ്റ്റേറ്റ്, അല്ലെങ്കിൽ പെൽവിക് ഏരിയ, അല്ലെങ്കിൽ പെൽവിക് സർജറി, റെക്ടൽ സർജറി, ഇതൊക്കെ റോബോട്ടിക് ശസ്ത്രക്രിയക്ക് നല്ലതാണ്. ഇത് കൂടാതെ തന്നെ അഡ്രിനൽ ഗ്രന്ഥി, അവയെല്ലാം വളരെ ചെറിയൊരു ഏരിയയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. കിഡ്നിയുടെ മേലെ ഗ്രന്ഥിയാണ്. ഇതെല്ലാം റോബോട്ടിക് ശസ്ത്രക്രിയയുടെ വളരെ എളുപ്പം ചെയ്യാവുന്നതാണ് സാധാ ഓപ്പൺ ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിയോ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ റോബോട്ടിക് ശസ്ത്രക്രിയ പ്രോസ്റ്റേറ്റിന് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഓപ്പൺ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ വളരെ അമിതമായ രക്തസ്രാവം ഉണ്ടാകാം, ബ്ലീഡിങ് വളരെ കൂടുതലാണ്. ഇതുകൂടാതെ തന്നെ വലിയൊരു മുറിവുണ്ടാകാം. ഇത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് യൂറിൻ ലീക്കിനുള്ള സാധ്യതകൾ വളരെയധികമാണ്. അതുമായിട്ട് തന്നെ ഉദ്ധാരണശേഷി ഓൾമോസ്റ്റ് നഷ്ടപ്പെടുന്നതാണ്. പക്ഷേ റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. 50-100 ml മാത്രമേ ബ്ലീഡിംഗ് ഉണ്ടാവുകയുള്ളൂ. ഇൻകോൺട്ടിനൻസ് അല്ലെങ്കിൽ യൂറിൻ ലീക്ക് വരുന്നത് വളരെ വളരെ കുറവാണ്. ഒരുപക്ഷെ ഒരു 1-2% ആൾക്കാരിൽ മാത്രമേ അത് വരികയുള്ളൂ. പല ചെറുപ്പക്കാരിൽ നമുക്ക് ഉദ്ധാരണശേഷി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇത് ഓപ്പറേഷൻ കഴിഞ്ഞാലും. കാരണം ഈ പ്രോസ്റ്റേറ്റിന് ചുറ്റുവട്ടമാണ് ഉദ്ധാരണത്തിനുള്ള ചെറിയ ചെറിയ ഞരമ്പുകൾ. ഇവ നമുക്ക് ഓപ്പൺ സർജറിയിൽ കാണുകയില്ല. എന്നാൽ റോബോട്ടിക് ശസ്ത്രക്രിയ വെച്ച് നമുക്ക് ഇതിനെ മാറ്റി വെച്ച് ഇതിന് പരുക്കുകൾ കൂടാതെ രക്ഷപ്പെടുത്താൻ പറ്റും പ്രോസ്റ്റേറ്റ് റിമൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ക്യാൻസർ റിമൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാധാ സൈഡ് ഇഫക്റ്റുകൾ ഈ റോബോട്ടിക് ശസ്ത്രക്രിയക്ക് വളരെ കുറവാണ്. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് മുറിവ് വളരെ ചെറുതാണ് റോബോട്ടിക് ശസ്ത്രക്രിയയിൽ. മറ്റും 10-15-20 സെന്റിമീറ്റർ ഉണ്ടാകുമ്പോൾ ഇത് 4-5 കീ ഹോളുകളും ചെറിയൊരു മുറിവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രോസ്റ്റേറ്റ് പുറത്തേക്ക് എടുക്കാനുള്ള മുറിവുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ രോഗികൾ പെട്ടെന്ന് വീട്ടിലോട്ട് പോകുന്നു. ഇപ്പോൾ നമ്മുടെ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ പണ്ട് 2-4-6 ആഴ്ചകൾ വരെ വെച്ചിരുന്ന യൂറിൻ ട്യൂബ് ഇപ്പോൾ വെറും 3-4 ദിവസത്തിൽ നമ്മൾ പലപ്പോഴും എടുത്തു വിടുന്നു പല രോഗികളിൽ. അപ്പോൾ അവർക്ക് റിട്ടേൺ ബാക്ക് ടു ദെയർ നോർമൽ ലൈഫ്, തങ്ങളുടെ സാധാരണ ജീവിതത്തിലേക്ക് വളരെ എളുപ്പം ചെന്നെത്താൻ പറ്റുന്നു.